നമസ്കാരം, ഞാൻ ജിജി മാരിയോ. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഞാൻ കണ്ണിമാങ്ങ അച്ചാർ ഇട്ട് വെച്ചിരിക്കുക. പക്ഷെ ഇപ്പോഴൊന്നും ചോദിക്കരുത് കേട്ടോ, ഇതിന്റെ പ്രോസസ്സ് കഴിഞ്ഞിട്ട് 2 ആഴ്ചയും കൂടെ എടുക്കും. ഞാൻ ഇതിനിപ്പോ നമ്മുടെ ഭരണിയിലേക്ക് മാറ്റി ഇങ്ങ് വിൽക്കുകയാണ് കേട്ടോ. അത്യാവശ്യം സെറ്റാക്കിയത് രാവിലെ സെറ്റാക്കി വെച്ചതാണ് കണ്ണിമാങ്ങ. ഓക്കെ, അപ്പൊ നമുക്ക് പുറത്തോട്ട് പോയി സംസാരിക്കാം. അപ്പോൾ ഞാൻ ഇവിടെയായിരുന്നു, ഗുജറാത്ത് സൂറത്തിലായിരുന്നു കേട്ടോ. സൂറത്തില് ഒരു നമ്മുടെ അച്ചാറുകളാണ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന. ലൈം ഡേറ്റ് ഉണ്ട്, പിന്നെ ബീഫ് പിക്കിളുണ്ട്, ഫിഷ് പിക്കിളുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പൊ കണ്ണിമാങ്ങ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അല്ല, ഇതിപ്പോ പാക്ക് ചെയ്ത് ഇന്നിപ്പോ അയക്കാനുള്ള ഓർഡേഴ്സാണ്, ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ എവിടെയാ നമ്മുടെ സൂറത്തിലായിരുന്നു. ഞാനും എൻ്റെ മോളും കൂടിയാ പോയത്. സൂറത്തില് തുണികൾ നോക്കാൻ വേണ്ടി പോയതാ. ബെവോറ എന്ന് പറയുന്ന ബ്രാൻഡില് നമ്മളത് തുണി പ്ലാൻ ചെയ്തിട്ടുണ്ട്, ക്ലോത്തിങ് ബ്രാൻഡ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി അവസാനമായിട്ട് അത് ലോഞ്ച് ചെയ്യും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നന്നായിട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ ഇപ്പം ഞാൻ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു യുണീക്ക് സ്റ്റൈൽ, അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രശേഖരണത്തിൽ നമ്മൾ വസ്ത്രം ധരിക്കുന്നതിൽ ഒരു യുണീക്ക് സ്റ്റൈല് ഞാൻ കൊണ്ടുവരാനായിട്ടാണ് ഞാൻ എപ്പോഴും ശ്രമിക്കുന്നത്. അത് എപ്പോഴും എൻ്റെ ഡ്രസ്സിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ഞാൻ എൻ്റെ ഒരു ഡ്രസ് കോഡ് ആണെങ്കിൽ ഞാൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ പ്രഭാഷണങ്ങൾക്ക് പോകുമ്പോൾ ഞാൻ തന്നെ എൻ്റെതായ ഒരു യുണീക്ക് സ്റ്റൈൽ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓഫ് വൈറ്റ് സാരി വിത്ത് ബോർഡർ. ഓക്കെ, അത് ഞാൻ തന്നെ ഓൺ ഡിസൈൻ ആണ് കേട്ടോ, എൻ്റെ മൈ ഓൺ ഡിസൈൻ ആണ്. അതേപോലെ തന്നെ പല യുണീക്ക് ഒരു പാറ്റേൺ ആണ് ഞാൻ ഈ വ്യവോറയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പൊ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇന്നിപ്പോ വൈകുന്നേരം നാരങ്ങ ഡേറ്റ്സ് അച്ചാറങ്ങൾ ഇടുന്നുണ്ട്. സ്റ്റോക്ക് തീരാറായി. അപ്പൊ അത് നെക്സ്റ്റ് ബാച്ചിട്ട് ഇടുകയാണ്. അപ്പൊ അങ്ങനെ പോകുന്നു. അപ്പൊ ഒരു ഒരു സംഭവം ഒന്ന് ഓർമ്മിപ്പിക്കാന്ന് വിചാരിച്ചു. ബൈബിളിൽ ഒരു മനോഹരമായ ഒരു ഭാഗം പറയുന്നുണ്ട്. അപ്പസ്തോലന്മാരുടെ പുസ്തകം 28-ാം വാക്യത്തില് പൗലോസ്ലീഹായെ കുറിച്ച് പറയാണ്. അപ്പൊ പൗലോസ്ലീഹാനെ അവര് തടവുകാരനായിട്ട് കൊണ്ടുപോകുന്ന കപ്പൽ യാത്രയോട് കൊണ്ടുപോകുമ്പോൾ കപ്പൽ തകരുന്നു. അവര് മാൾട്ട എന്ന് പറയുന്ന ദ്വീപിലേക്ക് അവര് രക്ഷപ്പെടാൻ വേണ്ടി കയറുന്നു. അപ്പൊ തണുപ്പ് സഹിക്കാൻ വയ്യാതെ അവിടെ ഉണ്ടായിരുന്ന ശതാധിപന്മാരെ എല്ലാവരും കൂടി ചേർന്ന്, നാട്ടുകാരും എല്ലാവരും കൂടി ചേർന്ന് ചുള്ളിക്കമ്പുകൾ പറക്കി തീ കായുമായിരുന്നു. ആ കൂട്ടത്തിൽ കുറച്ച് ചുള്ളിക്കമ്പുകൾ പൗലോസ്ലീഹായും ഇട്ട് തീ കായുന്ന കൂട്ടത്തില് കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു പാമ്പ് പൗലോസ്ലീഹായുടെ കയ്യിൽ കയറി ചുറ്റിയപ്പോഴത്തേക്ക് നാട്ടുകാരും അവിടെ കൂടിയിരുന്നവരൊക്കെ പറഞ്ഞു, കണ്ടില്ലേ ഇവൻ ശരിക്കും കൊലപാതകി തന്നെയാണ്. ഇവൻ ശരിയല്ല, ഇവൻ ജീവിക്കാൻ പോലും അർഹിക്കുന്നില്ല, ജീവിതം പോലും ഇവൻ അർഹിക്കുന്നില്ല, നീതി ഇവന് കിട്ടത്തില്ല, ജീവിതത്തിന്റെ നീതി പോലും ഇവന് ലഭിക്കില്ല, ഇവൻ അത്രയും കൊലപാതകയാണ്, ഇവൻ തെറ്റുകാരനാണെന്നും പറഞ്ഞ് നാട്ടുകാരും കൂടി നിന്നവരൊക്കെ മുദ്രകുത്തി. ഓക്കെ, പാമ്പ് കയ്യിൽ ചുറ്റിയപ്പോഴേക്കും ആ പൗലോസ്ലീഹ വളരെ കൂളായിട്ട് തന്നെ ഇവര് പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിലും മനസ്സിലെടുക്കാതെ ഒന്നും മിണ്ടാതെ തന്നെ വളരെ ലാഘവത്തോടുകൂടി കൈ കൊടഞ്ഞ് ആ പാമ്പിന് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ഒന്നും സംഭവിച്ചില്ല. കൂടി നിന്നവരെല്ലാരും ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. പാമ്പ് കടിച്ചിട്ടുണ്ട്, മരിക്കും, അല്ലെങ്കിൽ കൈ നീര് വന്ന് വീർക്കും, തളർന്നു കിടക്കും, എന്തെങ്കിലും സംഭവിക്കും, എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്ന് കരുതി എല്ലാവരും കാത്തിരിക്കുക. കാരണം ദൈവത്തിന്റെ കോപമാ സംഭവിച്ചിരിക്കുന്ന, കൊലപാതകയാണെന്ന് അവർ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇവൻ തെറ്റുകാരനാണ്, കൊലപാതകയാണ്, ഇവൻ ഈ ലോകത്തിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവനല്ല, ഇവൻ നീതി അർഹിക്കുന്നില്ല. അപ്പോൾ ദൈവം തന്നെ ശിക്ഷ കൊടുത്തു. അതുകൊണ്ട് എല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് ഇവന്റെ മരണത്തിന്. പക്ഷേ പൗലോസ്ലീഹയ്ക്ക് ഒന്നും സംഭവിച്ചില്ല. സാധാരണ മനുഷ്യനെ പോലെ തന്നെ വളരെ കൂളായിട്ട് തന്നെ അദ്ദേഹം ഇരുന്നു. അപ്പോഴേക്കും ജനങ്ങള് ഈ പറഞ്ഞത് മാറ്റി പറയാൻ തുടങ്ങി. എന്താ പറഞ്ഞെന്നറിയാവോ? ഇവൻ ഒരു ദേവനാണ്, ദൈവത്തിന്റെ അംശമുള്ളവനാണ്, ഇവനൊരു ദേവതയാണെന്ന് പറയാൻ തുടങ്ങി. അപ്പോ ഇതിന്റെ ഈ ഒരു അപ്പസ്തോല പുസ്തകങ്ങൾ 28-ാം അധ്യായത്തിലെ ഈ ഭാഗത്തിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? ഇതിന്റെ ഒരു സന്ദേശം എന്താ? പൗലോസ്ലീഹ എന്താ പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ? അതായത്, നമുക്കൊരു ദുരന്തം വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു അപകടം വന്നു കഴിയുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വീഴ്ച, ഒരു ബലഹീനത, ഒരു പരാജയം വന്നു കഴിയുമ്പോൾ ജനങ്ങളെല്ലാവരും ഓടിക്കൂടും.
ഓടിക്കൂടിയിട്ട് ആർ തട്ടഹസിക്കും. അല്ലെങ്കിലും ഇവരങ്ങനെ തന്നെയാ, അത് അനുഭവിക്കേണ്ട തന്നെയാ. അഴിമതി നടത്തിയില്ലേ, അവര് പറ്റിച്ചില്ലേ, കള്ളത്തരം ചെയ്തില്ലേ, അവർ അങ്ങനെ ചെയ്തില്ലേ, അവർ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരല്ല, അത് ദൈവത്തിന്റെ ശാപം തന്നെയാ, പണി കിട്ടിയത് തന്നെയാ, ദൈവം ശപിച്ചു തന്നെ, ഇനി ഇവർക്ക് രക്ഷയില്ല, ഇനി ഇവരിതെല്ലാം തീർന്നു, ഇനി ഇങ്ങനെയൊക്കെ തന്നെ, ഇത് അനുഭവിച്ചേ പറ്റുള്ളൂ, ഇവരുടെ ദൈവശാപമാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചില മനുഷ്യർ പെട്ടെന്ന് ഒരാർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഫ്ലോ വന്നു കഴിയുമ്പോൾ ആർ തട്ടഹസിച്ചങ്ങ് നമ്മളെ ദുരന്തമായിട്ട് അങ്ങനെ പ്രഖ്യാപിക്കണം. അവരങ്ങ് സ്ഥിരീകരിക്കാണ്, എന്താ സംഭവം എന്ന് പോലും നോക്കുന്നില്ല, അതങ്ങ് സ്ഥിരീകരിക്കാം. എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇതെല്ലാം മാറി തിരിഞ്ഞ് അവർക്ക് ജീവിതത്തിൽ നല്ല കാലം വന്ന് തുടങ്ങുമ്പോഴോ അവരെന്താ പറയണേ, അപ്പോഴേ ഞാൻ വിചാരിച്ചു എന്തോ സംതിങ് ഉണ്ട് ഇവരില്. അപ്പോ നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല, എവിടെയൊക്കെ എന്തൊക്കെയോ ശരികളൊക്കെ ഉണ്ട്, ഇവര് തെറ്റുകാരൊന്നും അല്ല കേട്ടോ, ശരിക്കും നീതിമാനായിരുന്നു എന്ന് പറയും ഇല്ലേ, ശരിക്കും നീതിമാനായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ അംശമുള്ളവരാണ്, ദൈവ ചൈതന്യമുള്ളവരാണ്, ഇവര് നല്ലവരായിരുന്നു, വെറുതെ നമ്മൾ തെറ്റിദ്ധരിച്ചു എന്ന് ജനം മാറ്റി പറയുകയും ചെയ്യും. ഇതാണ് ജനങ്ങളുടെ വിധി, അല്ലെങ്കിൽ മനുഷ്യരുടെ ആറ്റിറ്റ്യൂഡ്. ഓക്കെ, ഇവൻ എന്റെ അടക്കം ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഭയപ്പെടുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് അറിയാവോ, ജനങ്ങളുടെ പ്രശംസയും ഞാൻ ഒരുപോലെ ഭയപ്പെടുന്നുണ്ട്, ജനങ്ങളുടെ കുറ്റപ്പെടുത്തലും ഞാൻ ഒരുപോലെ ഭയപ്പെടുന്നുണ്ട്. പ്രശംസ കണ്ടിട്ട് എനിക്ക് നമുക്ക് എന്താ പറയാ, സന്തോഷിക്കാനുള്ള ഇതൊന്നും ഇല്ല. അടുത്ത സെക്കൻഡ് അവര് നമുക്കൊരു വീഴ്ച അല്ലെങ്കിൽ നമുക്കൊരു തളർച്ച വരുമ്പോൾ ഇത് അതുപോലെ തിരിച്ചു മാറ്റി പറയും. അല്ലെങ്കിൽ ഞാൻ കണ്ടതാ, ആ പോക്ക് കണ്ടപ്പോഴേ വിചാരിച്ചതാ, അല്ലെങ്കിൽ നാട്ടുകാരുടെ ഇതല്ലേ, അങ്ങനെയല്ലേ. മനുഷ്യരുടെ ആറ്റിറ്റ്യൂഡാ. അപ്പൊ നമ്മൾ ഒന്നിലും അധികം പ്രശംസ, ജനങ്ങളുടെ അധിക പ്രശംസയിൽ നമ്മൾ വീണു പോകരുത്, ജനങ്ങളുടെ കുറ്റപ്പെടുത്തലിൽ നമ്മൾ അകപ്പെട്ടു പോകരുത്. നമ്മൾ രണ്ടിലും അകപ്പെട്ടു പോകാതെ നമ്മൾ മിനിമം മധ്യമാർഗം, ബുദ്ധൻ പറഞ്ഞ പോലെ മധ്യമാർഗം, ആ ഒരു ബാലൻസ്ഡ് ലൈഫ് നമ്മൾ പാലിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിപ്പോ അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കാം. ഞാൻ എന്തും ചില സമയത്ത് എന്തും എക്സ്ട്രീം ആയിപ്പം, സങ്കടം വന്ന ഭയങ്കര എക്സ്ട്രീം സങ്കടം, ദേഷ്യം വന്ന ഭയങ്കര എക്സ്ട്രീം ദേഷ്യം, പിന്നെ എന്തെങ്കിലും ഒരു ഇമോഷൻ ആയാൽ ഭയങ്കര എക്സ്ട്രീം എവരിത്തിങ്, ഞാൻ ഇപ്പൊ ചിലപ്പോൾ എക്സ്ട്രീം ആയി പോകാറുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ബാലൻസ്ഡ് ആകാൻ വേണ്ടിയിട്ട് ഒരു ബാലൻസ് ലൈഫ് ഇങ്ങനെ ഞാൻ മോഡറേറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഞാനിങ്ങനെ എന്താ പറയാ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അനുഭവങ്ങളിലൂടെയാണല്ലോ മനുഷ്യരെല്ലാവരും പഠിക്കുന്നത് അല്ലേ. ചിലപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് ഈ ഒരു ദിവസങ്ങളിലൊക്കെ എൻ്റെ അടുത്ത് ഒരാൾ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പം പറയായിരുന്നു, എല്ലാവർക്കും ജിജി എല്ലാവർക്കും ജയിക്കുന്നവരുടെ കൂടെ നിൽക്കാനാ ഇഷ്ടം, തോൽക്കുന്നവരുടെ കൂടെ ആരും ഉണ്ടാവില്ല, തോൽക്കുന്നവർക്ക് വേണ്ടി ആരും കൈയടിക്കില്ല ഇല്ലേ. ഒരു ഓട്ട മത്സരത്തില് ഈ എത്തുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൈയടിക്കുക, ഏറ്റവും പുറകെ വരുന്നവർക്ക് വേണ്ടി നമ്മൾ കൈയടിക്കോ? ഇല്ല. അപ്പോഴത്തേക്കും കൈയടിയുടെ ശബ്ദം പോയി കാണും. പക്ഷെ അതേസമയം 3-ാം സ്ഥാനത്തോ 2-ാം സ്ഥാനത്തോ നിൽക്കുന്ന ആള് കുറെ ദൂരം 1-ാം സ്ഥാനത്തെ കഴിഞ്ഞും 1-ാം സ്ഥാനത്ത് ഓടുന്ന ആളെ കഴിഞ്ഞ് പെട്ടെന്ന് ഓടി മുന്നേറി 1-ാം സ്ഥാനത്ത് എത്തുമ്പോ കയ്യടി അങ്ങോട്ട് പോകും, ആ 1-ാം സ്ഥാനത്ത് എത്തുന്ന ആൾക്ക് തന്നെ പോകും, മറ്റേ ആള് പുറകിലോട്ട് പോകും, അവർക്ക് കയ്യടി കുറയും ഇല്ലേ. അപ്പോ എല്ലാവരും കയ്യടി അങ്ങോട്ടാ, ജയിക്കുന്നവരുടെ കൂടെയാണ് കയ്യടി ഉള്ളത്. അതൊരു വലിയൊരു തത്വം തന്നെയാണ്. പക്ഷെ അതിലും നമ്മൾ പെട്ടുപോകരുത്. നമ്മൾ പുറകിൽ തോൽക്കാൻ ആളുണ്ടെങ്കിൽ മാത്രമാണ് ജയിക്കാൻ ആളുണ്ടാവുക ഇല്ലേ. തോൽക്കാൻ ആൾ എവിടെയുണ്ടോ അവിടെയാണ് ആൾ ജയിക്കുക. അപ്പോഴാണ് തോൽക്കാൻ ആളുള്ളിടത്താണ് ജയിക്കാനുള്ളവരുടെ ഇടയ്ക്ക് കയ്യടി കിട്ടുന്നത്. അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അപ്പൊ എനിക്ക് ഈ അപ്പസ്തോല പുസ്തകത്തിന്റെ 28-ാം അധ്യായത്തിലെ ഈ ഒരു സാരാംശം എനിക്ക് മെനഞ്ഞാന്ന് ഞാൻ വളരെ എന്തോ സങ്കടപ്പെട്ട് രാവിലെ എഴുന്നിട്ടപ്പോൾ വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജ്, പരിചയമില്ലാത്ത നമ്പറാണ്, ജസ്റ്റ് ഞാനൊന്ന് പ്ലേ ചെയ്തു. ഒരു സിസ്റ്ററിന്റെ വളരെ പയസ്സായിട്ടൊരു സംസാരം, വിദേശത്തു നിന്നുള്ളൊരു സിസ്റ്ററാണ്. സിസ്റ്റർ പറഞ്ഞു, ജിജിമോളെ ഞാൻ മോളെ കുറെ നാളുകളായി ഫോളോ ചെയ്യുന്നു എന്നും പറഞ്ഞിട്ട് സിസ്റ്റർ ഈ അപ്പസ്തോല മറ്റേ പൗലോസ്ലീഹയുടെ ഈ അനുഭവം എനിക്ക് വിവരിച്ചു തന്നു. മനുഷ്യർ ഇങ്ങനെയാണ്, ഇന്ന് പ്രശംസിക്കുന്നവർ ചിലപ്പോൾ നാളെ തള്ളിപ്പറയും, ഇന്ന് തള്ളിപ്പറയുന്നവർ ചിലപ്പോൾ നാളെ പ്രശംസിക്കും. നമ്മൾ ഒന്നിനും വീണു പോകരുത്. അപ്പസ്തോലന്റെ നമ്മുടെ പൗലോസ്ലീഹയുടെ അനുഭവം കണ്ടില്ലേ, കൊലപാതകിയാണ്, തെറ്റുകാരനാണ്, കള്ളനാണ്, അവൻ ജീവിക്കാൻ വിധിക്കപ്പെട്ടവനല്ല എന്നും പറഞ്ഞ് ജനങ്ങൾ ശപിച്ചു. ജനങ്ങൾ നോക്കിയിരുന്നു അവനിപ്പം മരിക്കുമെന്ന്. പക്ഷെ അവൻ മരിക്കാത്തപ്പോൾ, പാമ്പുകടി ഏൽക്കാത്തപ്പോൾ ജനങ്ങൾ തിരിച്ചു പറഞ്ഞു അവൻ ദേവനാണ് എന്ന്, ദൈവത്തിന്റെ ചൈതന്യമുള്ളവനാണെന്ന്. ഇത്രയേ ഉള്ളൂ മനുഷ്യർ. കൊണ്ട് മോള് വിഷമിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞൊരു ആശ്വാസവാക്യം അത് എന്നെ സ്വാധീനിച്ചു. ഞാൻ ആ ഭാഗം പിന്നെ ദിവസവും കുറേ പ്രാവശ്യം ഇരുന്ന് വായിക്കാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര ഒരു എനർജിയും പോസിറ്റിവിറ്റിയാണ്.
ഓക്കെ. അപ്പൊ ഞാനിപ്പോ ഈ ഒരു സംഭവം പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ചിലപ്പോ പലരും വിഷമങ്ങളിൽ പെട്ടുപോകുന്നവരുണ്ടാവാം, പ്രതിസന്ധികളിൽ ഒഴിറി പോകുന്നുണ്ടാവാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്നലെ കണ്ടില്ലേ, കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഉടമ മിസ്റ്റർ റോയി അദ്ദേഹത്തിന്റെ മരണം വളരെയധികം നമ്മളെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലും തന്നെ വലിയൊരു പ്രമുഖ വ്യവസായ ലോകത്തെ പോലും പിടിച്ചു കുലുക്കിയ ഒരു ദുരന്ത വാർത്തയായിരുന്നു അല്ലെ. എനിക്ക് ഭയങ്കര ഷോക്കായി പോയി. അപ്പം ഒരു ഒറ്റ ഇമോഷണൽ എന്താ പറയാ, ഒരു നേരിയ ഒരു സെക്കൻഡിൽ തോന്നുന്ന ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ തോന്നുന്ന ഒരു തീരുമാനമാണ്. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്. ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ജസ്റ്റ് ഒന്ന് മുറ്റത്തോട്ട് ഇറങ്ങിയാൽ ചിലപ്പോൾ മാറിയേക്കാം ആ തീരുമാനം. മനസ്സിലായോ? ജസ്റ്റ് നമ്മൾ ആ മുറിയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയാൽ ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്, ഇപ്പൊ എനിക്ക് ചാവണമെന്ന് തോന്നിയ സെക്കൻഡ് ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങി നോക്കുമ്പോൾ ഒരു വെളുത്ത പൂച്ചക്കുട്ടി നടന്നു പോകുന്നത് കാണാം. ചിലപ്പോൾ ആ പൂച്ചക്കുട്ടിയുടെ നടത്തം നോക്കി നിൽക്കുന്ന ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഇല്ലേ, അതിലൊരു ഡൈവേർഷൻ വരും. അപ്പോഴത്തേക്കും നമ്മൾ ആ മരിക്കണമെന്ന പോലെ ചിന്ത പെട്ടെന്ന് നമ്മൾ ഫ്ലിപ്പായി പോകും. അത്രയേ ഉള്ളൂ മനുഷ്യര്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, കരഞ്ഞും വിഷമിച്ചും നമ്മുടെ ലൈഫ് നശിപ്പിച്ച് കളയരുത്. നമുക്ക് എന്തെങ്കിലും ഒരു ഡിസപ്പോയിന്റ്മെന്റ്, നിരാശ വരുമ്പോൾ ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങുക, ലോകത്തോട്ട് ഇറങ്ങുക. എന്തൊക്കെ കാഴ്ചകളാണ് കാണുന്നത് അല്ലെ. നമ്മളെ കഴിഞ്ഞ് കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്നേ. എന്ന് പറഞ്ഞ് നമ്മൾ എന്നും കഷ്ടപ്പെടാനല്ല ഞാൻ പറയുന്നത്. നമുക്ക് ഓരോ ഓപ്പർച്യൂണിറ്റി നോക്കി പുതുതായിട്ട് നിങ്ങൾ അധ്വാനിക്കാൻ റെഡിയാണെങ്കിൽ, നിങ്ങൾ ജീവിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ, തമ്പുരാനും കൂടെ നിൽക്കും, പ്രകൃതിയും കൂടെ നിൽക്കും. അത് ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കാം. ഉറപ്പായിട്ട് നിങ്ങൾക്കത് കാണാനും പറ്റും. ഓക്കെ. ഞാൻ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ, പ്രവൃത്തിയിലില്ലാത്തൊരു മോട്ടിവേഷൻ ഞാൻ ചെയ്യാൻ മാക്സിമം ശ്രമിക്കാറില്ല. എന്താണോ ഞാൻ പറയുന്നത് അത് ഞാൻ എൻ്റെ പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ ഹാർഡ് വർക്ക് ചെയ്യുന്നവന്റെ കൂടെ തമ്പുരാൻ ഉറപ്പായിട്ടും ഉണ്ടാവും. അധ്വാനിക്കുന്നതിന്റെ കൂടെ തമ്പുരാൻ ഉറപ്പായിട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് രാത്രി എന്നില്ല പകലെന്നില്ല, ഞാൻ പണ്ട് തൊട്ട് ഒരു അധ്വാനശീലയാണ്. ഒരു 10-18 വയസ്സ് മുതൽ ഞാൻ അധ്വാനിക്കാൻ തുടങ്ങിയ പെണ്ണാണ്. 800 രൂപയായിരുന്നു എൻ്റെ ആദ്യ ശമ്പളം. 19ാമത്തെ വയസ്സിൽ എനിക്ക് 800 രൂപയായിരുന്നു ആദ്യ ശമ്പളം. ആ പ്രായം മുതൽ ഞാൻ തുടങ്ങിയത്. പല വേഷങ്ങൾ കിട്ടി, പല കോലങ്ങൾ കിട്ടി. അപ്പൊ ഒന്നുമില്ലായ്മയിൽ നിന്ന് വളർന്നതാ. ഇപ്പോഴും ഒരുപാട് എല്ലാം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇപ്പോഴും ചില എന്താ പറയാ വിഷമങ്ങൾ നിൽക്കുമ്പോഴും വീണ്ടും ശൂന്യതയിൽ നിന്ന്, സീറോയിൽ നിന്ന് ഞാൻ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യാം. കാരണം എനിക്ക് അധ്വാനിക്കാൻ, എനിക്ക് 2 കൈയുണ്ട്, എനിക്ക് ചങ്കില് അതിനുള്ള ധൈര്യമുണ്ട്, കണ്ണില് ഭയങ്കര കോൺഫിഡൻസും ഉണ്ട്. പിന്നെ ഞാൻ ആരെയും പേടിക്കേണ്ട ഇല്ലേ? ബാക്കിയെല്ലാം തമ്പുരാൻ തന്നോളൂന്നേ. ഇപ്പൊ ചിലപ്പോ നമുക്ക് പണത്തിന്റെ, ഫിനാൻസിന്റെ പുറകോളൊക്കെ ഉണ്ടാവും. പക്ഷെ അധ്വാനിക്കാൻ റെഡി ആയിട്ടുള്ള ഉണ്ടെങ്കിൽ തമ്പുരാൻ എല്ലാം നമുക്ക് കൂട്ടിച്ചേർത്തുകൊണ്ടേയിരിക്കും. കുറച്ച് കഥ നീണ്ടുപോയല്ലേ, സാരയില്ല. കുറച്ചിങ്ങനെ നിങ്ങളോട് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഭയങ്കര എനിക്ക് ഫ്രീ ആകും. അല്ലെങ്കിൽ ഞാൻ ആരോട് ഈ സംസാരിക്കുക, എനിക്ക് അങ്ങനെ വലിയൊരു ക്ലോസ് ഫ്രണ്ട്സോ അങ്ങനെയൊന്നും ഇല്ല. ഞാൻ ജസ്റ്റ് എൻ്റെ പ്രഭാഷണമാണ് എൻ്റെ പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റെ ഒരു പ്രസംഗം എന്ന് വെച്ചാൽ, ആ ഒരു സംസാരം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വലിയൊരു സ്വപ്നം, പാഷൻ തന്നെയാണ്. എനിക്ക് കിട്ടുന്ന അറിവുകളാണ് ഞാൻ നിങ്ങൾക്കുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത്. അപ്പൊ എനിക്ക് വലിയൊരു മെസ്സേജ് ആയിട്ട് തോന്നി പൗലോസ് ശ്ലീഹയുടെ ഈ ഒരു അനുഭവം. അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നി. ഇതുപോലെ വിഷമിക്കുന്ന, വേദനിക്കുന്ന ഒരുപാട് പേരുണ്ടാവാം. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് വെളുപ്പിനെ എത്തിയുള്ളൂ. അതിൻ്റെതായ ക്ഷീണവും മുഖത്തൊക്കെ കാണാം. ഭയങ്കര ഒരുമാതിരി ഡ്രൈ ആയിട്ട് ഭയങ്കര ടയർഡ്നെസ് ആണ്. രാവിലെ തന്നെ പിന്നെ വർക്ക് ഉണ്ടായിരുന്നു. കുറച്ച് മീനച്ചാറുകൾ പാക്ക് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു, അത് പാക്ക് ചെയ്ത് വെച്ചു. അതിനുശേഷം കണ്ണിമാങ്ങ ഇട്ടു. ഇനിയിപ്പോൾ വൈകുന്നേരം നാരങ്ങ അച്ചാരം കൂടി ഇടണം. അതൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം ഒന്ന് ഫ്രീ ആണ്. പിന്നെ നാളെ അടുത്ത വർക്ക് നോക്കണം. ആ കൂട്ടത്തിൽ വെവോറയുടെ കുറെ ഡിസൈനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ തന്നെ കുറെ കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ്ഡ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ സസ്പെൻസ് ആണ്. ഇപ്പൊ ഞാൻ പൊളിക്കുന്നില്ല, എന്താണെന്ന് ഞാൻ പറയുന്നില്ല. എന്തായാലും ഫെബ്രുവരി എൻഡോടുകൂടി ഒരു ലോഞ്ചിങ് ഉണ്ടാവും വെവോറയുടെ. ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പൊ അണിയറയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് യാത്രകളും പ്ലാനിങ്ങും പ്രിപ്പറേഷൻസ് ഒക്കെ ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടി ഉണ്ടാവണം, സപ്പോർട്ട് ചെയ്യണം. എനിക്കറിയാം എല്ലാവരും കൂടി ഉണ്ടെന്നറിയാം, സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നറിയാം. ഒത്തിരി സന്തോഷം കേട്ടോ. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും നന്ദി, ദൈവത്തിനോടും നന്ദി, എന്നെ ചേർത്ത് വെക്കുന്നവരോടും എല്ലാവരോടും നന്ദി. എല്ലാവർക്കും നന്മ വരട്ടെ, ആർക്കും തിന്മ വരാതിരിക്കട്ടെ. എല്ലാവർക്കും, നമ്മളെ സ്നേഹിക്കുന്നവർക്കും നമ്മളെ കുറ്റപ്പെടുത്തുന്നവർക്കും ആർക്കാണെങ്കിലും എല്ലാവർക്കും ഈ ലോകത്തിൽ നന്മ വരട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. താങ്ക് യു വെരി മച്ച്. മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കണേ.